കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ അവിടെ യെരമ്യാവ് ഒരാശങ്ക ദൈവത്തോട് പങ്കുവയ്ക്കുന്നുണ്ട്. താനൊരു ബാലനാണ്, തനിക്ക് സംസാരിപ്പാൻ അറിയുകയില്ല. അവിടെ ദൈവം കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്: നീ ബാലനാണെന്ന് പറയരുത്. നീ ഭ്രമിച്ചു പോകാതെ ഭയപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ യഹോവ കൈ നീട്ടി യെരമ്യാവിൻ്റെ വായിൽ തൊട്ടു, എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവവചനം നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെതിരെ വരുന്ന സൈന്യത്തെയോ, നമുക്കെതിരെ വരുന്ന ആശങ്കകളെയോ, പ്രയാസങ്ങളെയോ, പ്രതികൂലങ്ങളെയോ ഭയപ്പെടാതിരിക്കുവാനും മുൻപോട്ട് പോകുവാനും വായ് തുറന്ന് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാനും ദൈവം നമ്മെ പ്രാപ്തരാക്കും. യെരമ്യാവ് നമ്മെ പഠിപ്പിക്കുന്ന അതാണ്. ഞാൻ വെറും ബാലൻ മാത്രമാണ്, എനിക്ക് സംസാരിപ്പാൻ അറിയില്ല എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ്: ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. ദൈവവചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. പിശാച് തന്ത്രപൂർവം നോമ്പ് ഉപവാസങ്ങൾ തകർക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നതും പിശാചിനെ തകർത്ത് ഓടിക്കുന്നതും. നമ്മുടെ ജീവിതയാത്രകളിൽ എല്ലാവിധമായ പ്രതികൂലങ്ങളിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ, ആശങ്കപ്പെടാതെ ധൈര്യപൂർവ്വം മുൻപോട്ട് പോകുവാൻ, ദൈവം നമ്മോടുകൂടി ഇരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കാം, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. ദൈവം അനുഗ്രഹിക്കും.